വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ്. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ നമ്മൾ ഇവിടെ നാലായിട്ട് തിരിക്കുന്നുണ്ട്. 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. 4 ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ആദ്യം പറയുന്നത് 1-1 ഫംഗ്ഷനാണ്. 1-1നെ 1-to-1 ഫംഗ്ഷൻ എന്ന പേരിലും അറിയപ്പെടും. 1-to-1 ഫംഗ്ഷൻ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫംഗ്ഷൻ, ഒരു റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആവുക എന്നുള്ളതാണ്. എല്ലാ റിലേഷനും ഫംഗ്ഷൻ അല്ല, ചില റിലേഷൻസ് ഫംഗ്ഷൻ ആവുന്നുണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ ആദ്യം പറയാം. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോക്കുക, ഒരു ഏരോ ഡയഗ്രാം ആണെന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഇപ്പോൾ എക്സ് എന്ന് വൈ ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ 1 2 3 4 ആണ്. കോഡൊമൈൻ പറയുന്നത് ABCDE വരെയുള്ള 5 എലമെന്റുകളാണ് അതിനകത്തുള്ളത്. ഇതിനകത്ത് 4 എലമെന്റാണ് ഉള്ളത്. ഒരു ഫംഗ്ഷൻ, ഞാൻ ഒരു റിലേഷൻ അവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതൊരു റിലേഷനാണ്. ഈ റിലേഷൻ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഡൊമൈൻ എന്നാണ്, ഇതിനെ വിളിക്കുക കൊഡൊമൈൻ എന്നാണ്. കൊഡൊമൈൻ ആണെന്നാണ് നമ്മൾ റേഞ്ച് എടുക്കുക. കൊഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റിനെയും വിളിക്കുന്ന പേര് കൊഡൊമൈൻ എന്നാണ്. ഇതിൽ ഏതൊക്കെയാണോ ഇവിടെ ഇമേജ് ആയിട്ട് വരുന്നത് അതിനെ റേഞ്ച് എന്ന പേരിൽ അറിയപ്പെടും. ഇതിനെ പ്രീ ഇമേജ് എന്ന് വിളിക്കും. ഇത് ഇമേജ് ആണ്. പ്രീ ഇമേജിന്റെ വേറൊരു പേരാണ് ഡൊമൈൻ. ഇമേജിന്റെ വേറൊരു പേര് റേഞ്ച്. ഈ റേഞ്ചും കൊഡൊമൈനും ചില സമയത്ത് ഈക്വലായിരിക്കും, അല്ലെങ്കിൽ കൊഡൊമൈൻ ഗ്രേറ്റർ ദാൻ റേഞ്ച് ആയിരിക്കും. ചില സമയത്ത് 2 ഈക്വലാവും, ചില സമയത്ത് കൊഡൊമൈൻ ഗ്രേറ്റർ ദാൻ റേഞ്ച് ആയിരിക്കും. കൊഡൊമൈൻ റേഞ്ചിനേക്കാൾ വലുതായിരിക്കാം. ഇപ്പോൾ ടോട്ടലി സെറ്റിനെ വിളിക്കുന്ന പേര് കൊഡൊമൈൻ എന്നാണ്. അതിൽ ഏതൊക്കെയാണോ ഇവിടെ ഇമേജ് ആയിട്ട് വരുന്നത് അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന പേരിൽ അറിയപ്പെടുക. അത്രയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ സെറ്റുകളെ റിലേഷൻസിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ. ഇതിന് ഫംഗ്ഷൻ ആകുമ്പോൾ, ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകുമ്പോൾ എന്താ കണ്ടീഷൻസ് എന്നാണ്. ഫസ്റ്റ് വേണ്ടത്, ഈ ഡൊമൈനിലെ എല്ലാ എലമെന്റിനും ഇവിടെ ഇമേജ് ഉണ്ടായിരിക്കണം. കൊഡൊമൈനിൽ ഇമേജ് ഉണ്ടാവണം. എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവണം. രണ്ടാമത് പറയുന്നത്, ഒരെണ്ണത്തിന് 2 ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഇവിടത്തെ ഒരു എലമെന്റിന് 2 ഇമേജ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇതിൽ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നതിന് അങ്ങനെ 2 ഇമേജ് ഇല്ല. അപ്പോൾ നോക്കുക, ABCD 1 2 3 4. ഇങ്ങനെ ഒരു റിലേഷൻ വരച്ചിരിക്കുകയാണ്. A എന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. അപ്പോൾ ഇവിടെ ഡൊമൈൻ ABCD എന്നുള്ളതാണ്. ഇവിടെ 1 2 3 4 എന്നുള്ളതാണ് കൊഡൊമൈൻ. ഇവിടെ എന്താണ് റേഞ്ച്? ഇവിടെ A എന്ന് 1ലേക്കാണ് ഇവിടെ പോയിരിക്കുന്നത്. അപ്പോൾ റിലേഷൻ എന്താണ്? A എന്ന് 1 ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ B എന്നും 1 തന്നെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ബിയും ഇവിടെ നമ്മൾ ഇതിനെ പേരുകളായിട്ട് എഴുതുകയാണെങ്കിൽ A1 B1 C2 D3. ഇതാണ് പ്രോസസ് ഫോമിൽ നമ്മൾ ഈ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ അത് കണ്ടില്ലേ, എക്കും ബിക്കും കൂടി ഒറ്റ ഇമേജേ ഉള്ളൂ. എക്കും ബിക്കും കൂടി ഒറ്റ ഇമേജേ വരുന്നുള്ളൂ. ഇത് ഒരു ഫംഗ്ഷനാണ്. ഇതേ സമയം തന്നെ ഇങ്ങനെ തിരിച്ചു വരാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുക, ഇത് 4 ഡിക്കും ഇയിലേക്ക് 2 ഏരോ പോയിട്ടുണ്ട്. അപ്പോൾ 4ന്റെ നമ്മൾ പ്രോസസ് ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇതും റിലേഷനാണ്, ഫംഗ്ഷനാണോ എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് റിലേഷൻ എഴുതുകയാണെങ്കിൽ 1A 2B 3C 4D 4E. ഇതാണ് ഈ റിലേഷൻ പ്രോസസ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ വരിക. ഇങ്ങനെ പേരുകൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ 4 2
ഏരോസ് ആണ് പോയിരിക്കുന്നത്. അപ്പൊ 4ന് 2 ഇമേജ് വന്നു. അപ്പോൾ ഫംഗ്ഷന്റെ കണ്ടീഷൻ എന്താണ്? ഓൾ എലമെന്റ് ഹാവ് സെപ്പറേറ്റ് ഇമേജസ് ഇൻ കൊഡൊമെയിൻ. ഓൾ എലമെന്റ് ഹാവ് യുണീക്ക് ഇമേജ് എന്ന് വിളിക്കാം. പക്ഷെ യുണീക്ക് ഇമേജ് എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഫംഗ്ഷന്റെ കാര്യം നമുക്ക് ഓൺ ടു ആകുമ്പോൾ യുണീക്ക് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 2 കൂടിയിട്ട് ഒരു ഇമേജ് ആവാം, 1 2 ഇമേജ് ആവാൻ പാടില്ല. ഒരെണ്ണത്തിന് കൂടി 2 ഒരു ഇമേജ് ആവാം. 2 എലമെന്റിന് കൂടി ഒരു ഇമേജ് ആണ്. 1 2 ഇമേജ് വരാൻ പാടില്ല. ഇത് ഫംഗ്ഷൻ അല്ല, ഇത് റിലേഷൻ മാത്രമാണ്. ഇത് എന്താണ്? ഫംഗ്ഷനാണ്. ഇത് ഫംഗ്ഷനാണ്, റിലേഷൻ തന്നെയാണ്, ഫംഗ്ഷനും കൂടിയാണ്. ഇവിടെ ഇത് റിലേഷൻ മാത്രമാണ്, ഫംഗ്ഷൻ അല്ല. ഇതൊരു റിലേഷൻ ആണ്, അതേസമയം ഇത് ഫംഗ്ഷനും കൂടിയാണ്. ഇനി ഒരു ഫംഗ്ഷൻ ആണോ നമുക്ക് അറിയാവുന്ന മാർഗം ഇതാണ്. ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഈ എലമെന്റുകൾ എക്സ് എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല, റിലേഷൻ മാത്രമാണ്. ഇവിടെ നോക്കുക, ഇത് ഇവിടെ എക്സ് എലമെന്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു, 4 അവിടെ റിപ്പീറ്റേഷൻ ഉണ്ട്, അത് കാരണം അത് ഒരു ഫംഗ്ഷൻ അല്ല. ഇവിടെ y എലമെന്റുകളാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഫംഗ്ഷൻ തന്നെയാണ്. ഫംഗ്ഷൻ ആവുള്ള കണ്ടീഷൻസ്. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഡൊമൈനിൽ പറയുന്ന എല്ലാറ്റിനും ഇവിടെ ഇമേജ് ഇല്ല നോക്കണം. എല്ലാറ്റിനും ഇമേജ് ഇത് നോക്കിയാലും അറിയാം, സെറ്റ് തന്നിരിക്കും. 1 2 3 4 എന്നുള്ളതാണ് എ എന്നുള്ള സെറ്റ്, ബി എന്നുള്ള സെറ്റ്, എ ബി സി ഡി ഇ എന്നുള്ളതാണ്. അങ്ങനെ സെറ്റുകൾ വേറെ തരാം, എറോ ഡയഗ്രം തരാതെയാണ് സെറ്റുകൾ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സെറ്റിലെ എല്ലാ എലമെന്റിനും ഇവിടെ ഇമേജ് ഇല്ല നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായല്ലോ. ഫംഗ്ഷന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് 1-to-1 ഫംഗ്ഷൻ ഓർ 1-1 ഫംഗ്ഷൻ. എന്താണ് 1-to-1 ഫംഗ്ഷൻ അല്ലെങ്കിൽ 1-1 ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ അറിയാൻ നിങ്ങൾക്ക് എക്സ് എലമെന്റിന് എല്ലാവരും ഇമേജ് ഉണ്ടായിരിക്കണം, 1-ൽ കൂടുതൽ ഇമേജ് ഉണ്ടാവാൻ പാടില്ല. ഇതിലാണ് അതിന്റെ 2 കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷന്റെ എറോ ഡയഗ്രാം വരയ്ക്കാം. ഫംഗ്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എ എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എ ബി സി ഡി 1 2 3 4. ഇവിടെ 5 കൂടി ഉണ്ടെന്ന്. ഈ ഫംഗ്ഷൻ നമ്മൾ കണ്ടീഷൻ വെച്ച് നോക്കും. ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യണം എങ്ങനെയാണ്? ഇതിലെല്ലാറ്റിനും ഇവിടെ ഇമേജ് ഉണ്ടെന്ന് നോക്കുക. എല്ലാവരും ഇമേജ് ഉണ്ട്, ഒരെണ്ണത്തിനും 2 ഇമേജ് ഇല്ല അല്ലേ? ഇവിടുത്തെ ഒരൊറ്റ എലമെന്റിനോട് 2 ഇമേജ് ഇല്ല. അപ്പോൾ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി ഫംഗ്ഷൻ ആണ് തരിക. അത് നിങ്ങൾ 1-1 ആണോ ഓൺ ടു ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1-1 ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഇതിലെല്ലാറ്റിലും എലമെന്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫംഗ്ഷൻ ആകുമ്പോൾ എല്ലാറ്റിലും എലമെന്റിനും ഇവിടെ എല്ലാ എലമെന്റിനും ഇവിടെ ഇമേജ് ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എന്താണ്? ഇവിടെ 1-to-1 എന്ന് പറഞ്ഞാൽ 1-ന് 1 എന്നാണ്. ഇവിടുത്തെ ഈ എലമെന്റിന് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവണം. ഇവിടുത്തെ എലമെന്റിന് യുണീക്ക് ഇമേജുകൾ ഉണ്ടാവുമെന്നാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു എലമെന്റ് ഒരു ഇമേജ് തന്നെ ഉണ്ടാവണം. കണ്ടില്ലേ? സ്വന്തമായിട്ടൊരു ഇമേജ് അതിന് ഉണ്ടാവണം. ആരായിട്ടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. എക്ക് ഒരു ഇമേജ് സ്വന്തമായിട്ടുണ്ട്, ബിക്ക് ഒരു ഇമേജ് സ്വന്തമായിട്ടുണ്ട്, സിക്ക് ഒരു ഇമേജ് സ്വന്തമായിട്ടുണ്ട്, ഡിക്ക് ഇമേജ് സ്വന്തമായിട്ടുണ്ട്. ഒന്നും ഷെയർ ചെയ്ത് കൂട്ടൊന്നുമില്ല, ഇല്ലല്ലോ. സെപ്പറേറ്റ് ഇമേജ് എല്ലാവരും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ 1-to-1 എന്ന് പറയുമ്പോൾ 1-ന് 1 എന്നർത്ഥം. ഒരു എലമെന്റിന് കോഡൊമൈനിൽ വേറൊരു എലമെന്റ് ഇമേജ് ആയിട്ട് വരണം, വേറൊരു എലമെന്റ് ഇമേജ് ആയിട്ട് വരിക. ഒറ്റ ഇമേജേ വരാൻ പാടുള്ളൂ. 2 എലമെന്റ് കൂടി ഇവിടെ ഒരു ഇമേജിന് ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് റോസ്റ്റർ ഫോമിൽ നമുക്ക് റോസ്റ്റർ ഫോം വന്നിട്ട് ഒരു ഫംഗ്ഷൻ തരികയാണ്. A1 B2 C3 D4. നിങ്ങൾക്കറിയാം ABCD എന്നുള്ളതാണ് ഡൊമൈനിലത്തെ എലമെന്റ്സുകൾ. എല്ലാത്തിനും സെപ്പറേറ്റ് ഇമേജ് തന്നെ ഉണ്ട് ഇല്ലേ? എപ്പോഴാണ് നമുക്കത് സെപ്പറേറ്റ് അല്ല, ഇവിടെ ഇമേജ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാ മനസ്സിലാവുക? ഇങ്ങനെ ഒന്നും നോക്കിയേ. ഇത് റോസ് ഫോമിൽ എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ഇത് 1-1 ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? എയും ബിയും നോക്കുക. കണ്ട ഇവിടെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കോഡൊമൈനിലത്തെ എലമെന്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇമേജുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്.
ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതെന്താണ്, ഇത് ഒരു 1-1 ഫംഗ്ഷൻ അല്ല എന്നുള്ളത്. 1-1 ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഇമേജ് ഉണ്ടായിരിക്കണം. ഇനി അല്ലാത്ത ഫംഗ്ഷന് ഒരെണ്ണത്തിന് കൂടി ഇമേജ് വരുന്ന ഇത്തരം ഫംഗ്ഷനെ വിളിക്കുന്നത് ഇതിന്റെ ഒപ്പോസിറ്റ് ആണ്. ഒപ്പോസിറ്റ് എന്ന് പറയുന്നത് 1-1 ആണെങ്കിൽ അതിനെ 1-1 അല്ലാതെ പോകുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേര് മെനി വൺ എന്നാണ്. 1-1 അല്ലാതെ രണ്ട് ഇമേജുകൾ എക്സിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ എക്സിലെ എലമെന്റുകൾ രണ്ട് ഇമേജ് ഷെയർ ചെയ്യുക, ഒരു ഇമേജ് രണ്ട് എലമെന്റുകൾ ഷെയർ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക മെനി വൺ എന്ന പേരിൽ അറിയപ്പെടുക. ഇത് രണ്ടെണ്ണം കൂടിയിട്ട് ഇവിടെ ഒരു എലമെന്റ് ഷെയർ ചെയ്യുക, അങ്ങനെയാണ് മെനി വൺ എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഇപ്പോൾ ഇത് എക്സ് എന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷൻ ആണ്, എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണോ നോക്കിയാൽ ഈ ഫംഗ്ഷന് ഡൊമൈനിലത്തെ എലമെന്റുകൾ 1 2 3 4 അല്ലെ 1 2 3 4 ആണ്. കുടമയിലെ എലമെന്റ് എ ബി സി ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിലെ എലമെന്റുകൾ എല്ലാറ്റിനും ഇവിടെ ഇമേജ് ഉണ്ട്. ഫംഗ്ഷന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാറ്റിനും ഇമേജ് ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ രണ്ടെണ്ണത്തിനോടൊരു ഇമേജ് ഉള്ളത്, 1-1 അല്ല. മനസ്സിലായില്ല? 1-1 എന്നുള്ള തത്വം പാലിക്കുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിന് കൂടി ഒന്നാളുള്ളൂ, അത് പാടില്ല. അപ്പോൾ ഇത് 1-1 അല്ല. 1-1 ഫംഗ്ഷനെ എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിനാണ് വിളിക്കുന്നത് മെനി വൺ എന്നാണ്. 4 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് 1-1ന്റെ ഓപ്പോസിറ്റ് 1-1 അല്ലാതെ ഇരിക്കുന്ന ഫംഗ്ഷനൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് മെനി വൺ എന്നാണ്. ഇത് മെനി വൺ ഫംഗ്ഷനാണ്. അപ്പോൾ 1-1 എന്താണ്, മെനി വൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ മെനി വൺ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല, 1-1 ഓർത്തിരിക്കണം. ഈ 1-1 നമുക്ക് ഇതൊരു ഫിനിറ്റ് നമ്പർ ആയിട്ടുള്ള എലമെന്റ്സുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു ഇൻഫൈനൈറ്റ് സെറ്റുകളാണ് വരണമെങ്കിൽ 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം f(x1) = f(x2) implies x1 = x2 എന്ന് പറഞ്ഞാൽ y-ന്റെ രണ്ട് എലമെന്റുകൾ ഈക്വൽ ആവുകയാണെങ്കിൽ x-ന്റെ എലമെന്റും ഈക്വൽ ആയിരിക്കും. ഇവിടെ y-ന്റെ എലമെന്റ് കണ്ടില്ലേ, y-ന്റെ എലമെന്റ് ഇവിടെ ഈക്വൽ ആണ്. ഇത് നമ്മളിങ്ങനെ റോസ് ഫോമിൽ എഴുതണമെങ്കിൽ 1a 2a 3b 4c ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ തിയറം ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ f(x1) = f(x2) എന്ന് പറഞ്ഞാൽ y എലമെന്റുകൾ y എലമെന്റ് ഇത് തുല്യമാവും. അപ്പോൾ y എലമെന്റ് ഇവിടെ രണ്ട് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ x1 = x2. x-ന്റെ എലമെന്റുകൾ x1 x2 തുല്യമാണ്. ഇവിടെ x1 ഇതാണ്, ഇത് x2. ഇത് രണ്ട് തുല്യമാണോ? അല്ല. ഇത് 1 ആണ്, ഇത് 2 ആണ്. പക്ഷെ ഇവിടെ ഇത് a ആണ്, ഇത് a ആണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്, ഇത് രണ്ടും തുല്യമില്ല. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്, ഇത് രണ്ടും തുല്യമില്ല എന്നുണ്ടെങ്കിൽ അത് 1-1 അല്ല എന്നർത്ഥം. അങ്ങനെയാണ് നോക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇതാണ് 1-1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്.